ഹലോ ഗായ്സ്, പിങ്കൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒരു കൈപ്പയ്ക്ക ഒരു മസാലയാണ് കേട്ടോ. ഇവിടെ കൈപ്പയ്ക്ക എന്ന് പറയാൻ നിങ്ങൾ പാവയ്ക്ക എന്നാണോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൈപ്പയ്ക്ക എന്നാണ് പറയാറ്. അപ്പോൾ കൈപ്പയ്ക്ക വേണം, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. ഇനി പുളിയൊക്കെ വേണം, നമുക്ക് വഴിയെ നമുക്ക് പറയാം കേട്ടോ. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പകരം ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. 2-3 കാന്താരി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാന്താരി മുളക് ഇട്ടിട്ടില്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് എടുക്കുക എത്ര ഉണ്ടെങ്കിൽ. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളി സ്ലൈസ് ചെയ്തത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടി കുറഞ്ഞ് സ്ലൈസ് ചെയ്യണം കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് വേഗം വഴണ്ടി കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പെരുംജീരകം ചതച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ 3 എണ്ണവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തതിന് ശേഷം ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ചതച്ച് വേണമെങ്കിലും ആഡ് ചെയ്യുക. ഞാനിപ്പോൾ അതിൽ ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് എല്ലാതും പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മൾ വാളൻ പുളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാമ്പാറിലൊക്കെ ഒഴിക്കുന്നതല്ലേ, ആ പുളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പുളി ആവശ്യം വെച്ചാൽ ചിലർക്ക് നല്ല പുളി ഇഷ്ടമായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് എരിവും പുളിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലൊരു കുരു പെട്ടിട്ടുണ്ട്, അതാണ് ഞാൻ നല്ല എടുത്തത് കളയുന്നത്. അപ്പോൾ അതിൽ ആ പൊടികളും സവോളയൊക്കെ ആ പുളിവെള്ളത്തിൽ ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നല്ല തിളച്ച് ഒന്നങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. കയ്പ്പയ്ക്ക നീളത്തിൽ അരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് നിങ്ങൾക്കിപ്പോൾ ആ പുളിവെള്ളം കുറച്ച് തോനെ ഉണ്ടെങ്കിൽ ആ പുളിവെള്ളം മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അത് കയ്പ്പയ്ക്ക വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര ആവശ്യം വെച്ചാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് ഫ്ലെയിം ഹൈ സ്പീഡിലിട്ടിട്ട് നമ്മൾ വേവിക്കരുത്. നല്ല സ്ലോ ആക്കിയിട്ടിടുക. എന്നിട്ട് അതിലേക്ക് ഒന്നുകൊണ്ട് ആയി വരുന്നത് ശേഷം നമുക്ക് ഒരു ശർക്കര അതിൽ ഇടുക കേട്ടോ. അപ്പോൾ ശർക്കര ഇട്ട് നമുക്കിപ്പോൾ പകുതി ശർക്കരയെ വേണ്ടുള്ളൂ വെച്ചാൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് പകുതിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ശർക്കര വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കയ്പ്പയ്ക്ക ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വയ്ക്കുക കേട്ടോ. എന്നിട്ട് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് അടി പിടിക്കാൻ, ശർക്കരയാകുമ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. നല്ല ഒരു ഡ്രൈ ആയി നമുക്ക് കയ്പ്പയ്ക്ക ഇങ്ങനെ വെന്തത് നോക്കുക. നമുക്ക് അടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ഒരു കയ്പ്പും ഉണ്ടാവില്ല കയ്പ്പയ്ക്കയുടെ. ഒരു ശർക്കരയുടെ ഒരു മധുരവും നമ്മുടെ മസാലയുടെ ഒരു എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മുകളിൽ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഗാർണിഷിന് വേണ്ടി കറിവേപ്പിൻ്റെ ഇലയും വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.